ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് സ്കൂൾ ഷോപ്പിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. വീട്ടിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പൗച്ചാണ്. ഇതിന് തന്നെ 2 എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എൻ്റെ അനിയനും കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 വെറൈറ്റി കളറിലുള്ള പൗച്ചുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ബോക്സും പെൻസിലും ഷാർപ്പനറും ഇറേസറും ഒക്കെ കൂടി വരുന്ന ഒരു സെറ്റാണ്. ഇതെനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് ഈ സ്റ്റാപ്ലറും പിൻസും കൂടി വരുന്ന ഒരു സെറ്റാണ്. വീട്ടിലുള്ളത് കേടായി പോയിട്ടുണ്ടായിരുന്നു, അതിന് പകരമായിട്ടാണ് നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത്. അടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നോട്ട്ബുക്സ്. ഞാനെപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ലോങ് ആയിട്ടുള്ള വരയിടാത്ത നോട്ട്ബുക്സ് ആണ്. അങ്ങനെ ഒരു 3 എണ്ണത്തിന്റെ 4 സെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നമ്മുടെ നെയിം സ്ലിപ്പ്. ഞാനിതൊന്നും ഉപയോഗിക്കാറില്ലെങ്കിലും ബുക്സിനൊക്കെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഫിനിഷിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്റെ പഴയ സ്കൂൾ ബാഗിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായതുകൊണ്ട് നമ്മൾ ഈ ഒരു പുതിയ സ്കൂൾ ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം പേയ്മെന്റ്സിൽ ഒന്നും എടുക്കാത്തതിന്റെ റീസൺ ഇതാണ്. എന്റെ വീട്ടിൽ മുക്കിലും മൂലയിലും തിരഞ്ഞാൽ തന്നെ 100,000 കണക്കിന് പേന കിട്ടും. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തു വെച്ച കുറേ സ്റ്റിക്കി നോട്ട്സും പേനയിൽ നിറയ്ക്കാനുള്ള ഇങ്കും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് എൻ്റെ സംഭരണപ്പെട്ടി. ഇതിലാണ് നമുക്ക് ആർട്ടിനും ക്രാഫ്റ്റിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.